മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ഉറപ്പിച്ച് തന്നെ നമ്മുടെ പ്രതാപനോട് പറയുകയാണ്, കണ്ണേട്ടന്റെ ചികിത്സ ഒരു കാരണവശാലും ഞാൻ മുടക്കില്ല, അതിനിടയിൽ നിങ്ങൾ ആരും കണ്ണേട്ടനെ അപകടപ്പെടുത്താതിരുന്നാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെ കാണാൻ പോയിട്ടുള്ള മഞ്ജു വീട്ടിലോട്ട് തിരിച്ചു വരുന്നതാണ്. വിഷമിച്ചിരിക്കുന്ന മഞ്ജുവിന്റെ മുഖം നോക്കി ദുർഗാദേവി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പറ്റിയെന്ന്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, മേഘേട്ടൻ പറഞ്ഞത് ഈ കല്യാണം ഇപ്പോൾ നടത്തണ്ട, നീട്ടിവെക്കണമെന്നാണ് മേഘേട്ടന്റെ ആഗ്രഹമെന്ന്. ഇത് കേട്ട് നമ്മുടെ കരുണയും മഹിയും എല്ലാം അവിടേക്ക് വരുന്നുണ്ട്. കരുണയാണെങ്കിൽ ഇത് കേട്ടിട്ട് ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കാരണം, എന്താ പറ്റിയത് എന്നൊക്കെ. മഹിയാണെങ്കിൽ ഇത് കേട്ടതും മഹിക്ക് നല്ല സന്തോഷമാവുകയാണ്. പിന്നീട് മഹി ഓഫീസിലോട്ട് പോകുന്നുണ്ട് കണ്ണന്റെ അടുത്തേക്ക്. ആ സമയം കണ്ണൻ എന്തോ ചിന്തിച്ചിരിക്കുകയാണ്. ആ സമയം മഹി ചോദിക്കുന്നുണ്ട്, എന്താ കണ്ണേട്ട ആലോചിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അച്ഛനും അമ്മാവനും സംസാരിച്ചിരിക്കുന്നത് എന്റെ അച്ഛൻ മരിച്ച രാത്രിയിൽ ഞാൻ കണ്ടിരുന്നു. അവർ ഒരുപാട് സംസാരിച്ചിട്ടാണ് പിരിഞ്ഞത്. അങ്ങനെയുള്ളപ്പോൾ എന്റെ അച്ഛന്റെ മരണത്തിന് സംശയിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന അമ്മാവനാണോ എന്റെ അച്ഛന്റെ മരണത്തിന് കാരണം? എന്തെങ്കിലും സ്വത്ത് തർക്കമോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാവണോ എന്ന് നമ്മുടെ മഹിയോട് ചോദിക്കുമ്പോൾ മഹി പറയുന്നു, ആയിരിക്കാം. എന്തായാലും എല്ലാവരെയും കണ്ണടിച്ച് വിശ്വസിക്കേണ്ട. കണ്ണേട്ടന്റെ സ്വത്തിന്റെ മേലിൽ എല്ലാവർക്കും ഒരു കണ്ണുണ്ട്. അതുകൊണ്ട് അതേപോലത്തെ എന്തെങ്കിലും ഒരു കാരണമായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.